ഹലോ മക്കളെ, നമുക്കിന്ന് ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇക്വിലിബ്രിയത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമുക്കിന്ന് പറയാനുള്ളത്. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഇക്വിലിബ്രിയം പറയാറുണ്ട്. ഒന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം, മറ്റേത് അയോണിക് ഇക്വിലിബ്രിയം. അയോണിക് ഇക്വിലിബ്രിയത്തിൽ കൂടുതൽ പ്രോബ്ലംസ് ആണ് പിഎച്ചിന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഏഷ്യാറ്റിൽ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കെ പി കെ സി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ഏതാണ് ചോദിച്ചത്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കെ സി ആണ് അല്ലെ, കെ സി. അപ്പൊ കെ സി ഇങ്ങനെ എഴുതാം നമുക്ക്. റിയാക്ഷൻ എ എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി ആണെങ്കിൽ മക്കളെ, അതിന് കെ സി നമ്മൾ എഴുതാം. കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ റേസ്റ്റ് എന്താണ്, അതിന്റെ ആ ഒരു കോഷ്യൻ ഉണ്ടാവില്ല, അതിന്റെ കോൺസെൻട്രേഷന്റെ നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും, എത്ര മോൾ ഉണ്ട് അതിന്റെ പവർ കൊടുക്കുക. അപ്പോൾ സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു പി റേസ് ടു ബി. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഈ റിയാക്ഷൻ H2 പ്ലസ് I2 is 2HI ആണെങ്കിൽ ഇതിന് കേസ് എങ്ങനെ എഴുതാം. കെ സി ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്താണ്, HI ആണല്ലോ പ്രൊഡക്റ്റ് ആണ്. എത്ര നമ്പർ ഓഫ് മോൾസ്, 2 മോൾ. അപ്പോൾ നമ്മൾ റൈസ് ടു 2 കൊടുക്കുക, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. ഇതാണ് അതിന് കെ സി എന്ന് പറയുന്നത്. ഇവിടെ അല്ലേ, സിമ്പിൾ. അങ്ങനെയാണ് എല്ലാം എഴുതാൻ പറ്റുമല്ലോ. ഇൻപുട്ട് പ്ലസ് നിങ്ങൾ എഴുതിക്കേ, എങ്ങനെ ഉണ്ടാവുക. 2NH3 ഉണ്ടാവുന്ന, അപ്പം NH3 റൈസ് ടു 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റൈസ് ടു 3 ക്യൂബ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതാണ് സിമ്പിൾ ആണ് കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് CO3 ചെയ്താലോ, സിമ്പിൾ അല്ലേ. യെസ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ, എന്താണെന്ന് അറിയാം. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് COO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CaCO3 എന്നാണ്. അതിൽ ഒരു പ്രത്യേക ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സോളിഡിന്റെ കോൺസെൻട്രേഷൻ എന്താണ്, 1 ആണ്. എന്താണ്, സോളിഡിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പോൾ ഇവിടെ കാൽഷ്യം കാർബണേറ്റും അതേപോലെ കാൽഷ്യം ഓക്സിജനും സോളിഡ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാം, നമുക്കത് റിമൂവ് ചെയ്യാം. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, CO2 മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ. യെസ്. അത് മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ മതി. സോളിഡിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. റെഡി അല്ലേ. ഇനി വാട്ട്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം, അതുപോലെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കെ പി ആണോ കെ സി ആണോ വലുത്, അങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷെ നമുക്ക് കെ പി കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഡെൽറ്റ എൻ എന്താണെന്നുള്ള. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണ്. അപ്പം ഡെൽറ്റ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണ്. ഇതെന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, ഗ്യാഷ്യസ്. നോക്കിക്കേ, give the relationship between Kp and Kc for the reaction 2NOCl gives 2NO plus Cl2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ Kp is equal to Kc into RT raised to delta n എന്നാണ്. ഡെൽറ്റ എന്ന് നിങ്ങൾ ഒരു ഷോർട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. Kp equal to Kc into RT raised to delta Ng ഇങ്ങനെ പഠിച്ചാൽ മതി. Ng എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട് പ്രൊഡക്റ്റിൽ. ഇത് 3 ഗ്യാസ് ആണ്. ഇതെല്ലാവരും എന്താണ്, 3 ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ നിറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രൊഡക്റ്റ് എത്ര മോൾസ് ഉണ്ട്, 2 + 1 3 ഉണ്ട്, റിയാക്ടന്റ് 2 ഉണ്ട്. സോ 3 - 2 = 1 ആണ്. ഡെൽറ്റ Ng എത്രയാണ്, 1 ആണ്. സോ Kp ഈക്വൽ ടു എന്താണ്, Kp ഈക്വൽ ടു Kc ഇൻറ്റു RT. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നോക്കിയേ, ഡെൽറ്റ എത്രയാണ്, 3 - 2 = 1 ആണ്. സോ Kp ഈക്വൽ ടു Kc ഇൻറ്റു R. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണ്. അപ്പോൾ ഇപ്പോഴും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 3 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയാറുള്ളത്, റിയാക്ഷൻ കോഷ്യൻ എന്നാണ് പറയാറ്. റിയാക്ഷൻ കോഷ്യൻ QC ആണ് പറയാറ്, QC. പക്ഷേ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ നമ്മൾ റിയാക്ഷൻ കോഷ്യന് പകരം എന്ത് പറയാറുണ്ട്, QCക്ക് പകരം KC എന്ന് പറയും. എന്താണ് KC, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഇത് റിയാക്ഷൻ കോഷ്യന്റ് ആണ്. ഓക്കെ, QC എപ്പോഴേ ഉണ്ടാവുള്ളൂ, QC ഫുൾ ടൈം ഉണ്ടാവും. അതായത് ഇക്വിലിബ്രിയം അല്ലാത്ത എല്ലാ സമയത്തും QC ഉണ്ടാവും. പക്ഷേ KC എപ്പോഴാണ് ഉണ്ടാവുക, ഇക്വിലിബ്രിയം എത്തുമ്പോൾ മാത്രം KC പറയാറുള്ളൂ. വാട്ട് ഈസ് KC? KC മീൻസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓൺലി അപ്ലിക്കബിൾ വെൻ the reaction attains equilibrium state. Equilibrium എത്തുമ്പോൾ നമ്മൾ പറയുന്നത് KC എന്ന് പറയും, അല്ലാത്തവരൊക്കെ QC ആണ്. The value of equilibrium constant is independent of the initial concentration of reactant and product. അതായത് ഒരു റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, KC ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കോൺസെൻട്രേഷൻ ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് മക്കളെ, ടെമ്പറേച്ചർ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ മാറുമ്പോഴേക്ക് എന്ത് സംഭവിക്കും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറ്റം വന്നേക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ അടുത്തത് റൈറ്റ് ഇനി 2 ഇൻഡിക്കേറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇത് എക്സ്റ്റൻഷൻ ഓഫ് റിയാക്ഷൻ, അത് റിയാക്ഷൻ എത്രത്തോളം നടക്കും, എക്സ്റ്റെൻഡ് തീരും അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഇക്വിലിബ്രിയം, അതായത് ഇക്വിലിബ്രിയത്തിന്റെ ഡയറക്ഷൻ പുറകിലോട്ടാണോ മുമ്പോട്ടാണോ ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് എന്താണ് മക്കളെ, ഒന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ, റിയാക്ഷന്റെ എക്സ്റ്റെൻഡ് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്, ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ലീഷാറ്റൽ പ്രിൻസിപ്പിൾ. ലീഷാറ്റൽ പ്രിൻസിപ്പിൾ നിങ്ങൾ സ്കൂൾ പണ്ട് മുതലേ സ്കൂളുകൾ പഠിക്കുന്നതാണ് അല്ലേ? അതായത് എന്തെങ്കിലും ചേഞ്ച് കോൺസെൻട്രേഷനിലോ കോൺസെൻട്രേഷനിലോ പ്രഷറിലോ ടെമ്പറേച്ചറിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചാൽ സിസ്റ്റം എന്ത് ചെയ്യും? അത് നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും. ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ ചേഞ്ചിനെ എന്ത് ചെയ്യും? കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് ലീഷാറ്റൽ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു കോൺസെൻട്രേഷൻ കൂടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. പ്രഷർ കൂട്ടുകയാണെങ്കിൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പം അതാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടാൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ടെമ്പറേച്ചർ കുറയുന്ന ഡയറക്ഷൻ ഏതാണോ അവിടേക്ക് റിയാക്ഷൻ നടക്കും. അല്ലെ പ്രഷർ കുറയുന്ന ഡയറക്ഷൻ എവിടേക്കാണ് അവിടെ റിയാക്ഷൻ നടക്കും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അതാണ് ലീഷാറ്റൽ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. It states that whenever there is a change in concentration, pressure, or temperature of a system, equilibrium, the system will try to readjust such a way that to cancel the effect of that change. ആ ചേഞ്ചിൽ ഉണ്ടാകുന്ന എഫക്ട് ഒഴിവാക്കാൻ വേണ്ടി സിസ്റ്റം എന്ത് ചെയ്യും? അത് റീഡിഫൈൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? റീഅഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് സമയത്ത് മാത്രമേ ഉള്ളൂ? ഇക്വിലിബ്രിയത്തിൽ നടക്കുമ്പോഴാണ്, അല്ലാതെ നോർമൽ കേസിലൊന്നും നടക്കുന്നില്ല. ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം എങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രഷറിനോ കോൺസെൻട്രേഷനോ ഒക്കെ ചേഞ്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചറൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും മക്കളെ? അത് റീഅഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ നിലനിർത്താൻ ശ്രമിക്കും. ആ ഒരു പരിപാടിയാണ് ലീഷാറ്റൽ പ്രിൻസിപ്പിൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി എക്സാമിൽ സ്ഥിരമായി ചോദിക്കുന്നതിന്റെ എഫക്റ്റുകളെ പറ്റിയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് മാറ്റം വരും? പ്രഷർ കൂടുമ്പോൾ എന്ത് മാറ്റം വരും? നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ എന്ത് മാറ്റം വരും? ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ ദ ഇക്വിലിബ്രിയം ഓഫ് 2NO2 gives N2O4 എന്നാണ് ചോദ്യം. ഈ ഒരു സംഭവത്തിൽ പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പ്രഷർ ആണെങ്കിൽ സാധാരണ പ്രഷർ കൂടുക എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂട്ടുക എന്ന് അർത്ഥം. സിസ്റ്റം എന്ത് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അതേപോലെ നമ്മൾ ഇപ്പം നമ്മുടെ എന്താ ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറയുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫോർവേഡ് റിയാക്ഷൻ. കാരണം ഇവിടെ എക്സോതെർമിക് ആണ്. ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുമ്പോൾ അത് എക്സോതെർമിക് ആണ്. ടെമ്പറേച്ചർ കൂടുകയും എൻഡോതെർമിക് ആണെങ്കിൽ അത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ് നോക്കാം. ഒരു കോൺസെപ്റ്റ്. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ ഒരു കേസിൽ എന്താണ്? ഇവൻ എക്സോതെർമിക് ആണ്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എക്സോതെർമിക് ആണെന്നുള്ളത്. ആണല്ലോ, എക്സോതെർമിക് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ കുറയ്ക്കാന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുക പറയുന്നത് എക്സോതെർമിക് ആണ്. കാരണം അത് ഫോർവേഡ് എക്സോതെർമിക് ആണ് ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് എന്താ ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചർ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസിൽ എന്താണ്? നമ്മൾ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാന്ന് വിചാരിക്കും. പ്രഷർ കൂട്ടുകയെന്നായിരിക്കും. പ്രഷർ കൂട്ടുകയാണ്. ഹൈ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞിടത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. നമ്പർ ഓഫ് മോൾസ് കുറയാന്ന് പറയുമ്പോൾ എന്താണത്? ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ്. ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഇത് ലീഷാറ്റൽ പ്രിൻസിപ്പിളിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഇൻ ദ ഇക്വിലിബ്രിയം H2 + I2 is 2H. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? അവിടെ പ്രഷറിന് എന്തെങ്കിലും എഫക്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്ത് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ് സെയിം ആണെങ്കിൽ ദർ ഇസ് നോ എഫക്ട് ഓഫ് പ്രഷർ എന്നാണ് പറയുന്നത്. ഇവിടെ ഡെൽറ്റ എഞ്ച് എന്താ? ഡെൽറ്റ എഞ്ച് എന്ന് പറഞ്ഞാൽ 2 - 2 = 0 ആണ്. സോ നോ എഫക്ട് എന്നാണ് പറയുന്നത്. റെഡി അല്ലേ? അടുത്തത് അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. എല്ലാവർക്കും അറിയുന്നതാണ്. അരീനിയസ് കോൺസെപ്റ്റ് ഉണ്ട്. ബ്രോൺസ്റ്റഡ് ആസിഡ് കൺസെപ്റ്റിലുണ്ട്. അതേപോലെ തന്നെ ലൂയിസ് ബേസ് കൺസെപ്റ്റ് ഒക്കെയാണ് എല്ലാവർക്കും അറിയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. എന്താണ് അരീനിയസ് കൺസെപ്റ്റ് പറഞ്ഞാൽ? ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈഡ്രോണിയം അയോൺ. അത് ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസേഴ്സ് ആണ്. H+ പ്രൊഡ്യൂസേഴ്സ് ആണ് ആസിഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ബേസ് എന്ന് പറഞ്ഞാൽ OH- പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ HCl ഉം NaOH ഒക്കെ നമുക്ക് പറയാം. HCl is acid and NaOH is a base. അതേപോലെ തന്നെ ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണത്? കൺസെപ്റ്റ് പറയുന്നത് H+ ഡോണേഴ്സ് ആണ് ആസിഡ് എന്ന് പറഞ്ഞാൽ. പ്രോട്ടോൺ ഡോണർ ആണ്. പ്രോട്ടോൺ കൊടുക്കുന്നവരാണ് ആസിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബേസ് എന്ന് പറഞ്ഞാൽ H+ അക്സെപ്റ്റേഴ്സ് ആണ്. H+നെ വെച്ചിട്ടാണ് പ്രോട്ടോൺ വെച്ചിട്ടാണ് ഏത് കൺസെപ്റ്റ് പറയുന്നത്? ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് പറയുന്നത്. അതായത് H+നെ കൊടുക്കുന്നവൻ ആരാണോ ദാറ്റ് ഈസ് ആസിഡ് ആൻഡ് H+ സ്വീകരിക്കുന്ന ആരാണോ അവൻ ബേസും ആണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് എന്താണ് മക്കളെ? ഇപ്പം അമോണിയ എന്ന് പറയുന്ന ആരാണ്? അമോണിയ ഇസ് എ ബേസ്. കാരണം എന്താണ്? H+ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ് അമോണിയ എന്ന് പറയുന്നത്. അമോണിയ എന്താണ്? H+ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ്. അതേപോലെ തന്നെ നമ്മൾ പറയുന്നു വാട്ടർ ഇസ് ആസിഡ്. വാട്ടർ ആസിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ H+നെ കൊടുക്കുന്നവനാണ്. ഫോം OH- ആണ്. അപ്പോൾ അമോണിയ എന്ന് പറയുന്ന സാധനം H+ സ്വീകരിച്ച് എന്തെങ്കിലും മാറും? NH4+ ആയിട്ട് മാറും. ആൻഡ് വാട്ടർ എന്തെയും H+ വിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും മാറും? OH- ആയിട്ട് മാറും. അപ്പോൾ അമോണിയ എന്താണ്? ആസിഡ് ആണ്. ആൻഡ് വാട്ടർ എന്താണ്? അമോണിയ എന്താണ്? ബേസ് ആണ്. ആൻഡ് വാട്ടർ H2 എന്താണ്? ആസിഡ് ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ പറ്റി സംസാരിക്കുന്നത്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നുള്ളത്? എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മക്കളെ. ആസിഡ് ബേസ് പെയർ ദാറ്റ് ആർ ഡിഫറെന്റ് ഓൺലി ബൈ പ്രോട്ടോൺ ആർ കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതായത് ഒരൊറ്റ H+ ഡിഫറൻസ് മൂലം ഉണ്ടാകുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് രണ്ട് പെയർ ആയിട്ടാണ് ഉണ്ടാവുക.
വളരെ സിമ്പിൾ ആണ്. HCl-ഉം Cl- HCl-നേക്കാളും ഒരു H+ കുറവാണെങ്കിൽ Cl-, HCl H+ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? Cl- ഉണ്ടാകും. ഇനി എപ്പോഴും എക്സാം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ് റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ ഫോളോവിങ്. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. തന്നിരിക്കുന്ന സാധനത്തിന് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സാധനത്ത് നിന്നും H+നെ കൂട്ടിക്കൊടുത്താൽ കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. തന്നിരിക്കുന്ന സാധനത്ത് H+നെ കുറച്ച് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസും. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ HSO4- കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? H+നെ കൂട്ടിക്കൊടുക്കുക എന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? H+നെ കുറച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ആരാണ്? SO4 2- ആണ്. ഇനി നിങ്ങൾ നോക്കി H2O-ന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? ഒരു H+നെ കൂട്ടിക്കൊടുക്കുക H3O+ ആണ്. ആൻഡ് അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? H+നെ കുറച്ച് കൊടുക്കുക OH- ആണ്. ഇനി NH3 ആണെങ്കിലോ അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? ഒരു H+നെ കൂട്ടിക്കൊടുക്കുക എന്ന് വെച്ചാൽ എന്തായിരിക്കും? NH4+ ആണ്. പിന്നെ അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്താ? ഒരു H+നെ കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? NH2- ആണ്. വളരെ സിമ്പിൾ ആയ കാര്യമാണ് മക്കളെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ചോദിച്ചാൽ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിനോട് H+നെ കൂട്ടിക്കൊടുത്താൽ കോൺജുഗേറ്റ് ആസിഡ് ആണ്. തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് H+നെ കുറച്ചാൽ കോൺജുഗേറ്റ് ബേസ് ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? Yes. ഇനി എന്താണ് ലൂയിസ് കോൺസെപ്റ്റിൽ ആസിഡ് ബേസ് എന്ന് പറഞ്ഞാൽ? ലൂയിസ് കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ മക്കളെ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ ആൾക്കാരായിരിക്കും. അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യും അവർ. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AlCl3 BF3 ഒക്കെ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒക്ടറ്റ് റൂൾ ഒക്കെ. അപ്പോൾ BF3 ബോറോൺ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും? ഇലക്ട്രോണുകൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂളൊക്കെ എന്തായിരിക്കും? ദേ ആർ ലൂയിസ് ആസിഡ് എന്നാണ് പറയാറുള്ളത്. സോ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആർ കോൾഡ് എന്ത്? ആസിഡ് എന്നും ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആർ കോൾഡ് ബേസ് എന്നുമാണ് ലൂയിസിന്റെ കൺസെപ്റ്റ് നമ്മൾ പറയാറുള്ളത്. സോ അമോണിയ എന്ന് പറയുമ്പോൾ അങ്ങനെ ബേസ് ആയത് അമോണിയയിൽ എന്തിന്റെ മക്കളെ? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് നൈട്രജന്റെ മുകളിൽ. അപ്പൊ ആ ലോൺ പെയർ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് ബിക്കംസ് ബേസ്. അതേപോലെ തന്നെ വാട്ടറിന് എന്തിന്റെ മക്കളെ? വാട്ടറിന് ഓക്സിജന് മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ലോൺ പെയർ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് അവരെന്തോ ബേസ് ആവാറുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് മക്കളെ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ KW എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? H+ കോൺസെൻട്രേഷൻ ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് OH- എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണത്? അത് 298 കെൽവിനിൽ KW-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ബിക്കംസ് KW is equal to 10⁻⁻14 എന്നാണ് പറയാറുള്ളത്. നോർമൽ കേസിൽ KW എന്ന് പറയുമ്പോൾ എന്താണ്? KW is equal to കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. ഇത് നമ്മൾ അറ്റ് 298 കെൽവിൻ ആണെങ്കിൽ കോൺസെൻട്രേഷൻ H+ പറഞ്ഞാൽ എന്താണ്? 10⁻⁷ ആണ്. കോൺസെൻട്രേഷൻ OH- പറഞ്ഞാൽ എന്താണ്? 10⁻⁷ ആണ്. ഓക്കെ, അപ്പം ദാറ്റ് ബിക്കംസ് 10⁻⁴14 എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓക്കെ അല്ലേ? അപ്പൊ pH ഓഫ് വാട്ടർ 298 കെൽവിൻ എത്രയായിരിക്കും? pH എന്താണ്? pH 7 ആണ്. POH 7 ആണ്. pH പ്ലസ് POH എന്താണ്? pH പ്ലസ് POH എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് ബിക്കം 14 ആണ്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഇപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ PH പ്ലസ് POH എന്താണ്? 14 ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. റെഡി അല്ലേ? യെസ്. ഡിഫൈൻ pH. pH എന്ന് പറഞ്ഞാൽ -log H+ ആണ് pH എന്ന് പറഞ്ഞത്. നെഗറ്റീവ് ലോഗരിതം ഓഫ് എന്താണ്? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഈസ് നോൺ ആസ് pH എന്ന് പറയുന്നത്. pH കണ്ടുപിടിക്കുക. pH is equal to -log H+ എന്ന് പറയാറുണ്ട്. അതായത് -log H3O+. വാട്ടറിലാണെങ്കിൽ -log H3O+ പറയാറുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ഇനി ഡിഫൈൻ കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? സിമ്പിൾ ആയ ഒരു കോൺസെപ്റ്റ് ആണത്. സെപ്പറേഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് വിത്ത് അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ. അതായത് മക്കളെ നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരു കോമൺ അയോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH3COH ഇപ്പോൾ H+ അയോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ H+ അയോൺ ഉള്ള ഒരു കോമൺ ആയുള്ള വേറൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് H+ ഉണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റിലുള്ള H+ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യുകയും ചെയ്യും. സപ്രസ് ചെയ്യും. അപ്പം സെപ്പറേഷൻ ഓഫ് ഡിസോസിയേഷൻ വീക്ക്. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്തെങ്കിലും ഡിസോസിയേറ്റ് ചെയ്യൂല. കാരണം CH3COH ഡിസോസിയേറ്റ് ചെയ്ത് എന്താ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3COO- H+ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് കോമൺ അയോൺ H+ ആണെന്ന് വിചാരിക്കും. അങ്ങനെ H+ ആണ് കോമൺ അയോണെങ്കിൽ ഈ H+ ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോൺ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കില്ലടാ? ഈ റിയാക്ഷൻ നടക്കൂല. ഫോർവേഡേഷൻ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? CH3COH എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കും. സെപ്പറേഷൻ നടക്കും. അതാണ് കോൺസെപ്റ്റ്. അതാണ് കോമൺ അയോൺ എഫക്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ വിച്ച് ക്യാൻ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH. അതായത് നമ്മൾ ചെറുതായിട്ട് ആസിഡോ ബേസോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷന്റെ pH മാറുന്നില്ല എങ്കിൽ അത്തരം സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ബഫർ സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. ഓക്കെ അല്ലേ? അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ്. അതായത് നമുക്ക് പല എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇപ്പം ബ്ലഡ് എന്താണ്? ബ്ലഡ് എന്താണ്? അസിഡിക് ബഫർ ആണ്. അതേപോലെ തന്നെ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് സോഡിയം അസിറ്റേറ്റ് എന്ന കാര്യം നമ്മൾ നോക്കണം. എന്താണ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? അസറ്റിക് ആസിഡ് വീക്ക് ആസിഡ് ആണ്. ആരാണ്? വീക്ക് ആസിഡ് ആണ്. സോഡിയം അസിറ്റേറ്റ് ഉണ്ട്. അപ്പം അസറ്റിക് ആസിഡും അതേപോലെ സോഡിയം അസിറ്റേറ്റും കൂടിയുള്ള ഒരു ഇക്വിമോളാർ മിക്സ്ചർ എന്താണ്? ഒരു അസിഡിക് ബഫർ ആണെന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്താ മക്കളെ? ബ്ലഡ് എന്താണ്? അസിഡിക് ബഫർ ആണ്. ബേസിക് ബഫർ ആയിട്ട് പറയാനുള്ളത് ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ്. അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് മക്കളെ CH3COH+ CH3COONA. അതായത് നമുക്ക് സംഭവത്തിലുള്ളൂടാ. ഇതെങ്ങനെ പഠിക്കണം എന്നറിയോ? വീക്ക് ആസിഡ് പ്ലസ് സാൾട്ട് ഓഫ്
സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ്. അതായത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അസ്റ്റിക് ആസിഡ് എടുക്കുന്നു. അസ്റ്റിക് ആസിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ബേസ് NaOHന്റെ ഒക്കെ ഒരു സാൾട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യും. ഇപ്പം എന്ത് CH3CONയും CH3COHO എന്താണ്, അത് ബിക്കംസ് എന്താണ്, അസ്റ്റിക് ബഫർ ആയിട്ടാണ് വരിക. ഇനി ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ ആരാണ്, അമോണിയം ഹൈഡ്രോക്സൈഡും പ്ലസ് അമോണിയം ക്ലോറൈഡും. വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ് ആണ് എന്ത്, ഇതേപോലെ സ്ട്രോങ് ആസിഡ് HCl, അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും, അമോണിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് HCl ആണ് അമോണിയം ക്ലോറൈഡ് കിട്ടും. അപ്പോൾ അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആണ് ആ മിക്സർ ആണ് എന്ത്, വീക്ക് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ബഫർ ആയിട്ട് പറയാറുള്ളത്. ശരിയല്ലേ? ഈ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ സ്പാരിംഗ്ലി സോലിബിൾ സാൾട്ട്. അതായത് നമ്മൾ പറയാറുണ്ട് സ്പാരിംഗ്ലി സോലിബിൾ സാൾട്ടിലുള്ള അയോൺസിന്റെ കോൺസെൻട്രേഷൻ അതാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെ, ബേരിയം സൾഫേറ്റ് ആണെങ്കിൽ ബേരിയം സൾഫേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇവന്മാരെന്ത് ഡിസോസിയേറ്റ് എന്താണ്ടാവുക, Ba2+ SO4 ആയിട്ട് മാറും. SO4 ഓക്കെ. അപ്പോൾ ബേരിയം സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ S ആണെന്ന് വിചാരിക്കും. അപ്പം ബേരിയം 2+ എന്താവും, അതും S ആയിരിക്കും. സൾഫേറ്റ് SO4 S ആയിരിക്കും. നമ്മൾ എങ്ങനെ കൊടുക്കും, നമ്മൾ solubility product KSP is equal to concentration of barium 2+ into concentration of SO4 concentration of barium 2+ എന്താണ്, S ആണെങ്കിൽ S into S അതെന്താവും മക്കളെ, ദാറ്റ് ഇസ് KSP is equal to S square. എനിക്ക് നമ്മൾ പറയാറില്ലേ, നിങ്ങൾക്ക് പറയാറില്ലേ, യെസ്, അതാണത് സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് നാച്ചുറൽ ഓഫ് അക്വസ് സൊല്യൂഷൻ ഫോളോവിങ്. അതായത് നമ്മൾ താഴെ തന്നിരിക്കുന്നതിൽ ഈ സാധനം ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. CH3CON എന്ന് പറയുന്നത് എന്താണ് മക്കളെ, CH3CON ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. CH3CON ഉണ്ടായിരിക്കുന്നത് സാൾട്ട് ഓഫ് വീക്ക് ആസിഡും, അതായത് സാൾട്ട് ഓഫ് വീക്ക് ആസിഡിന്റെ സാൾട്ടും അതേപോലെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്നാണ്. അതായത് കാരണം CH3COOHും അതേപോലെ തന്നെ NaOHും കൂടി ചേർന്ന് ആരുണ്ടായത് CH3CON ഉണ്ടായത്. സംശയം നോക്കാം, കാണിച്ചു തരാം. CH3CON എന്ന് പറയുമ്പോൾ CH3 നോക്കണേ, CH3COON എന്ന് പറയുന്നത് സാൾട്ട് ആണല്ലോ, ഒരു സാൾട്ട് ആണ്. അതെങ്ങനെ ഉണ്ടായത്, അത് CH3COOHും അതേപോലെ തന്നെ NaOHും കൂടി ചേർന്നാണ്. ഇവിടെ സംഭവിക്കും, ഇവിടെ വെള്ളം പുറത്തോട്ട് പോകും മക്കൾ. എന്ത് പുറത്തോട്ട് പോകും, വെള്ളം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും, ബാക്കി CH3CON ഉണ്ടാവും, ആരുണ്ടാവും, CH3COON ഉണ്ടാവും. ഇവിടെ CH3COH എന്താണ്, വീക്ക് ആസിഡ് ആണ്. NaOH എന്താ, സ്ട്രോങ് ബേസ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സാൾട്ട് ഉണ്ടാവുക, സാൾട്ട് ബേസ് ആയിരിക്കും. സാൾട്ട് എന്തായിരിക്കും, ബേസ് ആയിരിക്കും. സോ ആൻസർ വിൽ ബി ബേസിക് എന്നാണ് കൊടുക്കേണ്ടത്. റെഡിയല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണ്, NaCl ആണ്. NaCl എങ്ങനെ ഉണ്ടായത് മക്കളെ, NaCl സ്ട്രോങ് ആസിഡ് HClഉം അതേപോലെ സ്ട്രോങ് ബേസ് NaOHും കൂടി ചേർന്ന NaCl ഉണ്ടാവുക. അപ്പൊ NaCl ഉണ്ടായത് എങ്ങനെയാണ്, NaOH plus H2O NaH plus HCl, അതായത് NaOHും HClഉം കൂടി ചേരുമ്പോൾ എന്ത് പുറത്തോട്ട് പോകും, വാട്ടർ പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ടാവും, NaCl ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം രണ്ടുപേരും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആയ NaCl എന്തായിരിക്കും, സാൾട്ട് എന്തായിരിക്കും, ബിക്കംസ് ന്യൂട്രൽ. അതെന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അടുത്തത് മക്കളെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, NH4Cl. NH4Cl എങ്ങനെ ഉണ്ടാവുക, NH4OH എന്ന് പറയുന്ന വീക്ക് ബേസും അതേപോലെ HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കൂടി ചേർന്നാണ് NH4Cl ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കൂടി ചേർന്നാ ഉണ്ടാവുക, ബിക്കംസ് ആസിഡ്. അതെന്തായിരിക്കും, ആസിഡ് ആയിരിക്കും. ആ കണ്ടീഷൻ എന്തായിരിക്കും, ആസിഡിക് ആയിരിക്കും. അടുത്ത എന്താ മക്കളെ, K2CO3 ഉണ്ടായിരിക്കുന്ന സ്ട്രോങ് ബേസ് ആയ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOHും അതേപോലെ വീക്ക് ആസിഡ് H2CO3 എന്ന് പറയുന്ന കാർബോണിക് ആസിഡും കൂടി ചേർന്നാണ് എന്താണ് മക്കളെ, K2CO3 ഉണ്ടാകുന്നത്. ബാക്കി വെള്ളം പുറത്തോട്ട് പോകും. സ്വാഭാവികമായിട്ടും സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള സാൾട്ട് എന്തായിരിക്കും, ദാറ്റ് ബിക്കംസ് ബേസിക്. എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. റെഡി അല്ലേ? സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് pHന്റെ കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കും എല്ലാവരും. ഇഫ് ദ കോൺസെൻട്രേഷൻ ഹൈഡ്രജൻ അയോൺ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3 × 10⁻⁻⁻. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ കാണിക്കുന്നത്. If the concentration of hydrogen ion in a soft drink is 3 × 10⁻³ molar, calculate pH, identify the nature of the solution എന്നാണ് പറഞ്ഞത്. pH 7 മുകളിലാണ്, ഇത് ബേസിക് ആണ്. pH 7 കുറവാണെങ്കിൽ എന്താണ്, അസിഡിക് ആണ് എന്നാണ് പറയാറുള്ളത്. ഇനി നോക്കിക്കേ, തന്നിരിക്കുന്നത് എന്താ മക്കളെ, തന്നിരിക്കുന്ന H+ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, that is equal to 3 × 10⁻³ നമുക്ക് എല്ലാവർക്കും അറിയാം. pH എന്ന് പറയുന്നത് pH is equal to minus of logarithm of എന്താണടാ, കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ്. സോ നോക്കിയേ, മൈനസ് ലോഗ് 3 × 10⁻³ ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിലൊക്കെ കാൽക്കുലേറ്റർ ഉണ്ടാകും. സോ കാൽക്കുലേറ്റർ അടിച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ, വാല്യൂ ദാറ്റ്സ് ഈക്വൽ ടു 2.5 എന്ന് കിട്ടും. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് 2.5 എന്ന് കിട്ടും. 2.5 എന്ന് പറയുന്നത് എന്താ, ലെസ് ദാൻ 7 ആണ്. സോ അതെന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. മക്കളെ H+ കോൺസെൻട്രേഷൻ 3 × 10⁻³ ആണ്. അപ്പോൾ pH equal to minus log H+ എന്ന് കൊടുക്കുക. minus log 3 × 10⁻³ is equal to 2.5 എന്ന് കിട്ടും. സോ pH എന്താവും, ലെസ് ദാൻ 7 ആയതുകൊണ്ട് സൊല്യൂഷൻ ഈസ് അസിഡിക് എന്ന് പറയാം. ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളോട് ഇവിടെ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഈ സാധനം തന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ POH. POH എത്രയാണ് ചോദിച്ചാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കുക, എങ്ങനെ കണ്ടുപിടിക്കും,
പി എച്ചിന്റെ വാല്യൂ 2.5 ആണെങ്കിൽ പി ഒച്ചിന്റെ വാല്യൂ എത്രയാണ്? പി ഒച്ച് ഇസ് ഈക്വൽ ടു 40 മൈനസ് പി എച്ച് എന്ന് പറഞ്ഞാൽ 40 മൈനസ് 2.5. കാരണം പി എച്ച് പ്ലസ് പി ഒച്ച് 14 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 11.5 എന്ന് കിട്ടും. 11.5 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങളോട് ചിലപ്പം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് തരും. അപ്പൊ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് നിങ്ങൾ പി എച്ച് ചോദിക്കും. അപ്പൊ ഞാൻ കണ്ടുപിടിക്കാം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്നിട്ട് പി എച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എക്സാമ്പിൾ ഇതേ വാല്യൂ തന്നെ ഇതിവിടെ നിങ്ങളോട് തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പി OH എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ പി OH കിട്ടുന്ന എന്തായിരിക്കും? 2.5 ആയിരിക്കും. അപ്പൊ പി എച്ച് എന്തായിരിക്കും? 11.5 ആയിരിക്കും. അപ്പൊ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കോൺസെപ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് പി എച്ച് ഓഫ് എ സോഫ്റ്റ് ഡ്രിങ്ക് ഇസ് 4.5 കാൽക്കുലേറ്റ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഇത് നമുക്ക് നേരെ തിരിച്ച് ആന്റിലോഗ് എടുക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ പി എച്ച് എന്നിട്ട് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ചോദിച്ചു. തിരിച്ചുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ചെയ്താൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ. പി എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4.5 ആണ്. ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ. സോ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ആന്റി ലോഗ് ഓഫ് 4.5. ആന്റി ലോഗ് ഓഫ് എന്താണ്? മൈനസ് 4.5 ആണ്. ഓക്കെ. ആന്റി ലോഗ് ഓഫ് മൈനസ് 4.5 നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ? 3.56 ഇൻറ്റു 10 മൈനസ് 5 എന്ന് കിട്ടും. നമുക്ക് ബോർഡ് എക്സാമിന് ഇതിന്റെ എങ്ങനെയാണ് എടുക്കേണ്ടത് പഠിക്കേണ്ട ആവശ്യമില്ല. നീറ്റ് എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ലോഗ് എടുക്കേണ്ടത് ആന്റി ലോഗ് എടുക്കുന്നത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? എച്ച് പ്ലസ് ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടും. ദാറ്റ് ഈസ് 3.16 ഇൻറ്റു 10 മൈനസ് 5 എന്ന് കിട്ടി. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കാൽക്കുലേറ്റ് സോലബിലിറ്റി ഓഫ് കാൽഷ്യം സൾഫേറ്റ്. സോലബിലിറ്റി പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പലതരത്തിലുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കെ എസ് പി ഈക്വൽ ടു എസ് സ്ക്വയർ അല്ലേ? പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ 4s ക്യൂബ് അല്ലെ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കണം. അതായത് ഓരോരോ സാധനത്തിനനുസരിച്ച് അതായത് നിങ്ങൾ ഇപ്പം എ ബി ടൈപ്പ് ഉണ്ടാവും, എ ബി ടൈപ്പുള്ള സാൾട്ടുകൾ ഉണ്ടാവും, അതുപോലെ AB2 ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ സിമ്പിൾ ആയി നോക്കിയാൽ മതി. സോലബിലിറ്റി ഓഫ് കാൽഷ്യം സൾഫേറ്റ് തന്നിട്ടുണ്ട്. ഡിസോസിയേഷൻ ഓഫ് കാൽഷ്യം സൾഫേറ്റ് കാൻ ബി റെപ്രസെന്റഡ് ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. കെ എസ് പി ചോദിച്ചു. തന്നിരിക്കുന്ന എന്താണ്? സോലബിലിറ്റി എസ് തന്നിട്ടുണ്ട്. കെ എസ് പി ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ഡിസോസിയേറ്റ് എന്താ? കാൽഷ്യം 2 പ്ലസും SO4 2 ഡിസോസിയേറ്റ് ചെയ്യും. കാൽഷ്യം സൾഫേറ്റ് സോലബിലിറ്റി എസ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാൽഷ്യം 2 പ്ലസിന് എന്തായിരിക്കും? എസ് തന്നെയായിരിക്കും. SO4 2 എസ് തന്നെയായിരിക്കും. അപ്പൊ നമുക്കറിയാം കെ എസ് പി എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിന്റെ അയോണിക് കോൺസെൻട്രേഷൻ ആണ്. കെ എസ് പി സികൾ എന്തായിരിക്കും? കെ എസ് പി ഈ പ്രൊഡക്റ്റിന്റെ അയോണിക് കോൺസെൻട്രേഷൻ എന്താണ്? എസ് ഇൻറ്റു എസ് അല്ലേ? എസ് ഇൻറ്റു എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എസ് പി ഇസ് ഈക്വൽ എന്താണ്? എസ് സ്ക്വയർ അല്ലേ? എസ് സ്ക്വയർ ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താടാ? സോലബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നോക്കിയേ, കാൽക്കുലേറ്റ് സോലബിലിറ്റി ഓഫ് കാൽഷ്യം സൾഫേറ്റ് അറ്റ് 298 കെൽവിൻ. ഈ സോലബിലിറ്റി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. എന്താണ്? 9 ഇൻറ്റു 10 - 16 ആണ്. സോലബിലിറ്റി പ്രൊഡക്റ്റ് നമുക്കറിയാം. ഇത് നമ്മൾ എന്ത് ചോദിച്ചു? സോലബിലിറ്റി ചോദിച്ചു. അതായത് കെ എസ് പി എന്നിട്ടുണ്ട്, എന്നിട്ട് എസ് ചോദിച്ചു. അപ്പോൾ ദർഫോർ എസ് ഈസ് ഈക്വൽ ടു റൂട്ട് കെ എസ് പി എന്നാണ്. റൂട്ട് കെ എസ് പി. കെ എസ് പിന്റെ വാല്യൂ എത്രയാണ്? 9 ഇൻറ്റു 10 - 6 ആണ്. സോ റൂട്ട് 9 ഇൻറ്റു 10 - 6. റൂട്ട് 9 എത്രയാടാ? 3 ആണ്. 10 - 6 റൂട്ട് എത്രയാടാ? 10 - 3 ആണ്. സോ 3 ഇൻറ്റു 10 - 3. അത്രയും എന്താണ്? മോളാർ ആണ്. കാരണം എന്താ? ഈ സോലബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ടേം ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ചെയ്തു നോക്കണം. കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ബേസിക് ആയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം, ഉഷാറാക്കാം. ഓൾ ദി ബെസ്റ്റ്.